ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അരവിന്ദന്റെ ബോഡി ചിതയിലേക്ക് വെക്കുകയാണ്. ഗംഗയും കാവേരിയും യമുനയും കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് വിനീതും നിവിനും വിശാലും. കർമ്മി ചോദിക്കുന്നു, കൊള്ളി വെക്കുന്നതാരാ? ജയബാലൻ പറയുകയാണ്, എടാ വിനീതെ നീങ്ങി വാ. വിനീത് കൊള്ളി വെക്കും. മരിച്ച ആളുടെ അനന്തരവനാ. മക്കൾ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗയും കാവേരിയും യമുനയും പറയുന്നു, ഞങ്ങളുണ്ട്. കർമ്മി ചോദിക്കുന്നു, പെൺകുട്ടികളോ? ആൺകുട്ടികൾ ആരും ജയബാലൻ പറയുകയാണ്, അല്ല തിരുമേനി, മരിച്ച ആൾക്ക് 4 പെൺകുട്ടികളാ, അതുകൊണ്ടാ അനന്തരവൻ കൊള്ളിവെക്കാൻ ഞാൻ പറഞ്ഞത്. ഗംഗ പറയുന്നു, കാവേരി, നമ്മുടെ അച്ഛന് നമ്മൾ തന്നെ കൊള്ളിവെക്കണം. കാവേരി പറയുകയാണ്, ജയബാലനങ്ങളെ, ഞങ്ങൾ മക്കൾക്ക് തന്നെ കൊള്ളിവെക്കണം. ജയബാലൻ ചോദിക്കുന്നു, അതെങ്ങനാ മക്കളെ? പെൺകുട്ടികൾക്ക് ഇതൊന്നും ചെയ്തുകൂടാ. കണ്ണു നിറങ്ങിയ കാവേരി പറയുന്നു, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു അങ്ങളെ, ഞങ്ങൾ മക്കൾക്ക് ഇതും കൂടി ചെയ്യാൻ പറ്റില്ലെന്നാണോ? കർമ്മി പറയുകയാണ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ആൺകുട്ടികൾ തന്നെ ചെയ്യണം, അതൊക്കെ നാട്ടു നടപ്പല്ലേ. നിവിൻ പറയുന്നു, അങ്ങളെ, ആൺകുട്ടികളില്ലാത്ത പക്ഷം പെൺകുട്ടികളും ചെയ്യാറുണ്ടല്ലോ. ഇത് കേട്ട് എല്ലാവരും പെൺകുട്ടികൾ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ജയബാലൻ പറയുന്നു, നിർത്ത്, എന്റെ അരവിന്ദന്റെ ശരീരമാണ് ഇവിടെ കിടക്കുന്നത്. അയാളുടെ ശരീരം മാത്രമേ മരിച്ചിട്ടുള്ളൂ, അയാളുടെ മനസ്സതേ ഇപ്പോഴും ഇവിടെയുണ്ട്. അരവിന്ദനെ അയാളുടെ അമ്മയെക്കാളും ഭാര്യയെക്കാളിലും മക്കളെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാ, അതുകൊണ്ട് അയാളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും. ഇനി ഇതിനൊരു മറുവാക്കില്ല, ഇത് തന്നെയാ തീർപ്പ്. വാ മക്കളെ, നിങ്ങൾ വാ. അരവിന്ദനെ അയാളുടെ പെൺമക്കള് തന്നെ കൊള്ളിവെക്കും, അത് മതി. ഇങ്ങോട്ട് വാ മക്കളെ. തുടർന്ന് ഗംഗയും കാവേരിയും യമുനയും കൂടി കർമ്മങ്ങൾ ചെയ്യുകയാണ്. ശേഷം അവർ അരവിന്ദന്റെ ചിത കത്തിക്കുകയാണ്. ഇതെല്ലാം കണ്ട് വിഷമത്തോടു കൂടി നിൽക്കുന്ന വിനീതിനെ ചേർത്ത് പിടിക്കുകയാണ് നിവിൻ. പിന്നീട് കാണിക്കുന്നത് അരവിന്ദന്റെ വീട്ടിൽ എല്ലാവരും വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. കരഞ്ഞ് തളർന്നിരിക്കുന്ന എല്ലാവരെയും നോക്കുകയാണ് ജയബാലൻ. തൊട്ടരികിൽ നിവിനും വിശാലുമുണ്ട്. ജയബാലൻ പറയുന്നു, ഇവിടെ ഇപ്പോൾ ആരെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശാരദയുടെയും മക്കളുടെയും നഷ്ടം തിരിച്ചറിയാഞ്ഞിട്ടുമല്ല, പക്ഷെ അതിനൊപ്പമോ അതിനപ്പുറം ഒക്കെ ആകാം എനിക്കും. കരഞ്ഞുകൊണ്ട് ശാരദ ചോദിക്കുന്നു, അരവിന്ദേട്ടൻ ഇല്ലാതെ ഞാൻ എങ്ങനെയാ ജയബാലേട്ടാ? കുഞ്ഞുങ്ങളെയും വെച്ച്. ജയബാലൻ പറയുന്നു, പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ശാരദേ. ശാരദ പറയുന്നു, കുഞ്ഞുനാൾ മുതലേ അവരുടെ കല്യാണം അരവിന്ദേട്ടന്റെ സ്വപ്നമായിരുന്നു, അതിൽ ഒരാളുടെ കല്യാണം കാണാൻ പോലും അരവിന്ദേട്ടൻ ഉണ്ടായില്ലല്ലോ. കരഞ്ഞുകൊണ്ട് രാധമ്മ പറയുന്നു, എന്നെ ഇനി എത്രയും പെട്ടെന്ന് അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു, എനിക്ക് എന്റെ മോനെ കാണണം. അവിടെ നിന്ന് എഴുന്നേറ്റ് ജയബാലൻ ചോദിക്കുന്നു, എന്തോന്നാ ഇതമ്മേ? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം. ശാരദേ, രാധമ്മയുടെ പ്രായമാണോ നിന്റേത്? അരവിന്ദൻ ഇല്ലാതായാൽ ആരെ ഈ കുടുംബം താങ്ങി നിർത്തേണ്ടത്? അതെ, നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല സംഭവിച്ചേക്കുന്നത്, പക്ഷേ ഇത് ജീവിതമാ, അത് അംഗീകരിക്കണം, അംഗീകരിച്ചേ പറ്റൂ. ദേ ശാരദേ, അമ്മേ, ദേ നമ്മുടെ കാര്യം മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കണം അമ്മേ. ഇതുപോലുള്ള പല പ്രതിസന്ധികളിലും നീന്തി കര പറ്റിയവര് ഞാനും അരവിന്ദനും ഒക്കെ. അന്ന് ഇത്തിരി പകച്ചു പോയിരുന്നെങ്കില് ഇന്നീ 2 കുടുംബങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഒന്നിച്ച് സ്വപ്നം കണ്ടവരാ ഞാനും അരവിന്ദനും ഒക്കെ. ഇന്നിപ്പം അയാളില്ല, ഇഷ്ടമല്ലെങ്കിലും ആ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. അരവിന്ദന് വേണ്ടി മരിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാ എനിക്ക് അയാളോട് ചെയ്യാനുള്ള നീതി. ശാരദ, നീ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളുടെ കല്യാണം അരവിന്ദന്റെ വലിയ സ്വപ്നമായിരുന്നു എന്ന്? അരവിന്ദൻ ഇല്ലെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ 4 കുഞ്ഞുങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. ശാരദേ, എന്നും ഒരു കൂടപ്പുറപ്പായിട്ട് ദേ ഈ ജയബാലൻ കൂടെ ഉണ്ടാകും അമ്മ, ഉണ്ടാകും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗംഗയുടെ അരികിലേക്ക് ചെന്ന് തലോടിക്കൊണ്ട് ജയബാലൻ പറയുന്നു, മോളെ, അച്ഛൻ ഇവിടെ ഇല്ലാന്ന് വെച്ച് എന്റെ മോള് വിഷമിക്കുകയൊന്നും വേണ്ട. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നടക്കാവുന്നത് പോലെ തന്നെ എന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തും, മോളുടെ ആഗ്രഹം പോലെ തന്നെ. ഗൾഫിൽ പോയി അരവിന്ദൻ കഷ്ടപ്പെട്ടതൊക്കെ ആർക്കു വേണ്ടിയാ? അയാളുടെ കുടുംബത്തിന് വേണ്ടിയാ. അയാൾ ഇത്രയും നാളും മരുഭൂമിയിൽ കിടന്ന ജീവിതം ഹോമിച്ചത്. ആ കഷ്ടപ്പാടിന്റെ ഫലങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത് കണ്ടിട്ട് മറ്റൊരു രോഗത്തിരുന്ന് അരവിന്ദന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും. എന്താ ഇത്? അങ്ങനെ ഗംഗയുടെ കണ്ണീര് തുടച്ച് ജയബാലൻ പറയുകയാണ്, മക്കളുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീര് വീഴാതിരിക്കാനാ അയാൾ ഓരോ തുള്ളി വിയർപ്പ് ഒഴുക്കിയത്. എന്നിട്ടും പൊന്നു പോലെയുള്ള ഈ മക്കൾ ഇങ്ങനെ കരയുന്നത് കണ്ടാൽ അരവിന്ദന്റെ ആത്മാവ് സന്തോഷിക്കുമോ അതോ വിഷമിക്കുമോ? ഗംഗ പൊട്ടിക്കരഞ്ഞ് ജയബാലനെ ഒന്ന് നോക്കിയിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഗംഗയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയബാലൻ പറയുന്നു, അയ്യോ മോളെ, മോള് വിഷമിക്കല്ലേ. അമ്മേ, ശാരദേ, എനിക്ക് 2 മക്കളല്ല 6 മക്കൾ ഉള്ളതായിട്ടാ ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അരവിന്ദന് പകരം ഞാൻ ഇല്ലാണ്ടായാൽ എനിക്ക് വേണ്ടി അയാൾ ചെയ്യാൻ പോകുന്നതൊക്കെ ഞാനിപ്പോ ചെയ്യുന്നുള്ളൂ. കരയല്ലേ. അങ്ങനെ രാധമ്മയുടെ അരികിലേക്ക് ചെന്ന ജയബാലൻ പറയുന്നു, അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. ജയബാലന്റെ കയ്യിൽ പിടിച്ച രാധമ്മ പൊട്ടിക്കരയുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയബാലൻ പറയുന്നു, അമ്മേ, അമ്മ വിഷമിക്കല്ലേ, എന്താവശ്യം ഉണ്ടായാലും ദേ എന്നെ ഒന്ന് വിളിച്ചാ മതി. ശാരദേ, കേട്ടോ? അങ്ങനെ അരവിന്ദന്റെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ജയബാലൻ വിശാലിനോട് പറയുന്നു, എടാ മക്കളെ, അമ്മ വിളിച്ചോണ്ട് വാ. ശരി അച്ഛാന്ന് പറഞ്ഞ് വിശാൽ അകത്തേക്ക് പോവുകയാണ്. ജയബാലൻ പിന്നാലെ പോകുമ്പോൾ കണ്ണു നിറങ്ങിയ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിവിനും ജയബാലന്റെ പിന്നാലെ പോവുകയാണ്. ഗംഗ കരഞ്ഞുകൊണ്ട് അരവിന്ദന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നു. തുടർന്ന് യമുനയും നിളയും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന കാവേരി ചുവരിലിരിക്കുന്ന ഫാമിലി ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. കാവേരി പതിയെ എഴുന്നേറ്റ് ഹോളിലേക്ക് വരുമ്പോൾ ശാരദ അരവിന്ദന്റെ ഫോട്ടോയുടെ അരികിൽ കരഞ്ഞു തളർന്നു കിടക്കുകയാണ്. മുത്തശ്ശി പായിൽ കിടന്ന് കരയുകയാണ്. ഇത് കണ്ട് കാവേരി വിഷമത്തോടു കൂടി അവരെ ഒന്ന് നോക്കിയിട്ട് ശാരദയുടെ തോളിൽ കൈവച്ച് അമ്മയെന്ന് വിളിക്കുകയാണ്. ശാരദ തിരിഞ്ഞു നോക്കുമ്പോൾ കാവേരി
പറയുന്നു, ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് പോയി കിടക്കമ്മേ. ശാരദയും മുത്തശ്ശിയും ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. തുടർന്ന് ജോലിക്കാർക്ക് കാശ് കൊടുക്കുകയാണ് വിനീത്. അയാൾ പറയുന്നു, നടപടിയാകില്ല വിനീത്. വിനീത് പറയുന്നു, ശരി, തൽക്കാലം ഇത് വെക്കും മണിയണ്ണ. അങ്ങനെ വിനീത് മണിയണ്ണനുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന കാവേരി ഓർക്കുകയാണ് തലേ ദിവസം രാത്രി അരവിന്ദനുമായി പുറത്തിരുന്ന് സംസാരിച്ചത്. അരവിന്ദൻ കാവേരിയുടെ കയ്യിൽ ഉമ്മ വെച്ചപ്പോൾ കാവേരി സന്തോഷത്തോടുകൂടി അരവിന്ദനെ ചേർത്ത് പിടിച്ചത്. തുടർന്ന് കാവേരിക്ക് തോന്നുകയാണ് അവിടെ ഇരുന്ന അരവിന്ദൻ സ്നേഹത്തോടുകൂടി ഉറക്കെ കാവേരി എന്ന് വിളിക്കുന്നതായി. കണ്ണു നിറഞ്ഞ സന്തോഷത്തോടുകൂടി അരവിന്ദനെ നോക്കുകയാണ് കാവേരി. അരവിന്ദൻ പറയുന്നു, പൊന്നുമോളിങ്ങി വാ. കാവേരി സന്തോഷത്തോടുകൂടി അച്ഛാന്ന് വിളിക്കുമ്പോൾ കൈ നീട്ടിക്കൊണ്ട് അരവിന്ദൻ പറയുന്നു, വേഗം വാ. മണിയണ്ണനെ പറഞ്ഞുവിട്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്ന വിനീത് ശ്രദ്ധിക്കുകയാണ് കാവേരിയെ. കാവേരി സന്തോഷത്തോടുകൂടി അച്ഛാന്ന് വിളിക്കുമ്പോൾ അരവിന്ദൻ പുഞ്ചിരിച്ച് മോളെ വാന്ന് പറഞ്ഞ് കൈ നീട്ടുകയാണ്. ഈ സമയം കാവേരി എന്ന് വിളിച്ച് വിനീത് അരികിലേക്ക് ചെല്ലുന്നു. വിനീതിനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്ന കാവേരി അരവിന്ദനെ കാണുന്നില്ല. പെട്ടെന്ന് കാവേരി പൊട്ടിക്കരയുകയാണ്. വിനീത് പറയുന്നു, കരയല്ലേ കാവേരി. കാവേരി പറയുന്നു, വിനീതേട്ടാ, ഇന്നലെ രാത്രി ഇവിടെ ഇരുന്ന ഞാനും അച്ഛനും കൂടി അവസാനമായിട്ട് സംസാരിച്ചത്. അച്ഛൻ എന്താ വിനീതേട്ടാ സംഭവിച്ചത്? സിഗരറ്റ് വലിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, അധികം ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പെട്ടെന്നൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുമോ? വിനീത് പറയുന്നു, അതിനെങ്ങനെ കാരണമൊന്നുമില്ല കാവേരി. എല്ലാവർക്കും പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. കാവേരി പറയുന്നു, മരിച്ചു കഴിഞ്ഞ കുറച്ച് സമയമായെന്നല്ലേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞത്? ഞാനുമായിട്ട് സംസാരിച്ച അധികം വൈകാതെ അച്ഛൻ മരിച്ചിട്ടുണ്ടാകുമോ വിനീതേട്ടാ? വിനീത് പറയുന്നു, ഇല്ല കാവേരി, അതിനുശേഷം ഞാൻ അമ്മാവനെ കണ്ടിരുന്നു. അമ്മാവൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞേൽപ്പിച്ചു. രാവിലെ വരണമെന്നും പറഞ്ഞു. വന്നപ്പോൾ കാവേരി പറയുകയാണ്, അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് പോയാൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നാ? ഇത് കേട്ട് വിനീത് പറയുകയാണ്, ജീവിച്ചല്ലേ പറ്റൂ കാവേരി. കാവേരി പറയുകയാണ്, എങ്ങനെ ജീവിക്കുന്നതല്ല എന്തിനു ജീവിക്കുന്നു എന്നാ? നേരത്തെ അച്ഛൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം മുതൽ കാത്തിരിപ്പ അച്ഛൻ തിരിച്ചു വരുന്നതിന്. ഞങ്ങൾ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും. അച്ഛൻ തിരിച്ചു വരുന്നത് വരെ അച്ഛനെ കുറിച്ച് മാത്രമാ സംസാരം. ഇനി അതൊന്നും വേണ്ടല്ലോ അല്ലേ? വിനീത് പറയുന്നു, കാവേരി, എന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാനും ഗീതേച്ചിയൊക്കെ പൊടി കുഞ്ഞുങ്ങളാ. അമ്മയ്ക്ക് ഊണില്ല, ഉറക്കമില്ല, ജീവിക്കണമെന്ന ആഗ്രഹം തന്നെ ഇല്ല. ആത്മഹത്യയെ കുറിച്ച് പോലും ആലോചിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത്. അന്ന് അമ്മ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനോ ഗീതേച്ചിയോ ഇന്നുണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് അമ്മ എഴുന്നേറ്റു, പിന്നെയും ജീവിച്ചു, ഇവിടം വരെ എത്തി. നമ്മളിൽ പലരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മാവനും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ എല്ലാം മാറും. പഴയതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാതാകും. വീണ്ടും ജീവിതം. ഇതെല്ലാം കേട്ട് കണ്ടു നിറങ്ങി നിൽക്കുകയാണ് കാവേരി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. അച്ഛന്റെ മരണം സഹിക്കാനാകാതെ പനി പിടിച്ചു കിടക്കുകയാണ് നിള. സ്നേഹത്തോടുകൂടി നിളയെ പരിചരിക്കുകയാണ് ഗംഗ. ഈ സമയം ഗംഗയ്ക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യന്റെ അച്ഛൻ അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ്. കാവേരിയും ശാരദയും ഋഷിയുടെ അച്ഛൻ ജയന്റെ അരികിലേക്ക് വരുമ്പോൾ ഒരു ചൂലുമായി അകത്തേക്ക് കയറി വരികയാണ് സുജാത. വിനീതും അവിടേക്ക് വരുന്നു. അരവിന്ദന്റെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ജയൻ പറയുന്നു, മരിച്ചുപോയ ആ മനുഷ്യനോട് ഇവിടുത്തെ കുട്ടിയുമായുള്ള ബന്ധത്തിന് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് ഞാൻ തിരിച്ചെടുക്കുന്നു. ഋഷിക്ക് ഞങ്ങൾ വേറെ ബന്ധം ആലോചിക്കുക. ഈ സമയം ചായയുമായി അവിടേക്ക് വരുന്ന ഗംഗ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഗംഗയുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് താഴേക്ക് വീണ് പൊട്ടുകയാണ്. അരവിന്ദന്റെ മരണത്തിന് കാരണം ഋഷിയും ഗംഗയുമായുള്ള ബന്ധം തീരുമാനിച്ചതാണ്. രാശിയില്ലാത്ത പയ്യനാണ് ഋഷി എന്നൊക്കെ ജയനോട് പറയുകയാണ് സുജാത. എല്ലാം കേട്ട ജയൻ പറയുന്നു, ഗംഗയെ ഋഷി കല്യാണം കഴിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഗംഗയും ഋഷിയും തമ്മിലുള്ള വിവാഹം വേണ്ടാന്ന് വെച്ച് ജയൻ പുറത്തേക്ക് പോകുമ്പോൾ വിനീത് ടെൻഷനോടുകൂടി ജയന്റെ പിന്നാലെ വരികയാണ്. കാറിന്റെ അരികിലേക്ക് വന്ന ജയനോട് ഗംഗയുടെയും ഋഷിയുടെയും വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് വിനീത്. ഈ സമയം കുറച്ചപ്പുറത്തായി വേസ്റ്റ് കൂട്ടിയിട്ട് തീ കത്തിക്കുകയാണ് സുജാത. ആ തീയിലേക്ക് ഋഷിയുടെയും ഗംഗയുടെയും സേവ് ദ ഡേറ്റിന്റെ ഫ്ലെക്സും കൊണ്ടിടുകയാണ് സുജാത. ഇത് കണ്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് വിനീതും ജയനും. ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ജയൻ ദേഷ്യത്തോടുകൂടി കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. വിനീത് വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് സുജാതയോട് ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയാണ് കാവേരി. തൊട്ടരികിൽ ശാരദയും രാധമ്മയും വിനീതുമുണ്ട്. കാവേരി ചോദിക്കുന്നു, അമ്മ എന്താ ചെറുക്കന്റെ അച്ഛനോട് പറഞ്ഞത്? സുജാത പറയുന്നു, അന്തസ്സും ആഭിജാത്യമുള്ള വീട്ടുകാര് എന്തു പറയുമോ അതേ ഞാനും പറഞ്ഞുള്ളൂ. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടുകൂടി കാവേരി പറയുന്നു, അതൊക്കെ സുജാത അമ്മായിയുടെ സ്വന്തം വീട്ടില്, ഇവിടെ അത് നടക്കില്ല. ഇത് കേട്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി കാവേരിയെ നോക്കുകയാണ് സുജാത. കാവേരിയും വളരെ ദേഷ്യത്തോടുകൂടി സുജാതയെ തന്നെ നോക്കി നിൽക്കുന്നു. കാവേരി സുജാതയെ എതിർത്ത് സംസാരിക്കുമ്പോൾ രാധമ്മയും ശാരദയും വിനീതും കാവേരിയെ തടയുന്നില്ല. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.